ഇന്നിപ്പോൾ കേരളത്തിൽ തൊഴിൽ ചെയ്യുന്നവന് അംഗീകാരം ലഭിക്കാത്ത, കൂലി ലഭിക്കാത്ത ഒരു കാലഘട്ടം. ആ കാലഘട്ടം ഏതാണ്ട് 2 ദിവസം കൊണ്ട് അവസാനിക്കാൻ പോകും. ഉള്ളതെല്ലാം എടുത്ത് തൊഴിലാളികളുടെ കീശയിൽ കൈയിട്ട് മുതലാളിക്ക് കൊടുക്കുന്ന സർക്കാരാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു വേറെ പതിപ്പാണ് കേരളത്തിലെ കഴിഞ്ഞ 10 വർഷത്തെ അവസ്ഥ എന്ന് പറയും. നമുക്കറിയാം, ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഏതാണ്ട് 265 ദിവസമാണ് കേരളത്തിലെ ആശാ വർക്കർമാർ സമരം ചെയ്തത്. എന്തായിരുന്നു അവരുടെ ആവശ്യം? അവർ ചെയ്യുന്ന അധ്വാനത്തിന് കൂലി കിട്ടണം, ഓണേറിയം വർദ്ധിപ്പിക്കണം. മറ്റു പലയിടത്തും വർധനവുണ്ടാകുമ്പോൾ വീടുകളിൽ ചെന്ന് ജനങ്ങളുടെ ആരോഗ്യം പരിപാലിക്കുന്ന ആശാ വർക്കർമാർ ഓണേറിയം കൂടുതൽ ചോദിച്ച് ഏതാണ്ട് 265 ദിവസം സമരം ചെയ്തിട്ട് പോലും അവരെ കണ്ണീരോടെ ഇറക്കിവിട്ട സർക്കാരാണ് 2 ദിവസം കഴിഞ്ഞാൽ അധികാരത്തിൽ നിന്ന് പുറത്തു പോകാൻ പോകും. KSRTCയിലെ ജീവനക്കാർ എന്തിനായിരുന്നു അവർ സമരം നടത്തിയത്? എന്തിനായിരുന്നു? കൂലി കൂടുതൽ വെച്ചിട്ടല്ല. അവർ സമരം നയിച്ചത് ശീത ജോലിക്ക് ശമ്പളം കിട്ടാനാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് ഭരണം എന്ന് അവകാശപ്പെടുന്നവർ ഭരിക്കുമ്പോഴാണ് തൊഴിലാളികൾക്ക് കൂലിക്ക് കൂലി കിട്ടാൻ വേണ്ടി സമരം ചെയ്യേണ്ടി വന്നു. ഏതാണ്ട് റഷ്യയിലെ സാർ ചക്രവർത്തിയുടെ അവസ്ഥയിലായി കേരളത്തിലെ പിണറായി സർക്കാർ. സാർ ചക്രവർത്തിയാണല്ലോ സമരം ചെയ്ത തൊഴിലാളികളെ അടിച്ചമർത്തുകയും കൊല്ലാനൊക്കെ നോക്കിയ ഭരണകർത്താവ്. ഏതാണ്ട് അതിൻ്റെ ഒരു പതിപ്പായി മാറി കേരളത്തിലെ ഭരണം. അത് മാത്രമല്ല, സമരം ചെയ്യാൻ പാടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കേരളത്തിന് എത്തിക്കാൻ ഈ സർക്കാർ ശ്രമിച്ചു. സമരം ചെയ്തവർക്ക് ശമ്പളം കൊടുത്തില്ല എന്ന് മാത്രം, അന്നത്തെ കൂലി നൽകിയില്ല എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ മാസങ്ങളോളം അവരുടെ ശമ്പളം പിടിച്ചു വെച്ച അവസ്ഥ കേരളത്തിലുണ്ടായി. എല്ലാ മേഖലകളിലും സമരം ചെയ്യാനുള്ള അവകാശങ്ങളെ ഹനിച്ചുകൊണ്ട് ഉള്ള തീരുമാനങ്ങളാണ് ഈ 10 വർഷക്കാലം കേരളത്തിലുണ്ടായി. ഇനിയിപ്പോൾ 3 ദിവസം കഴിഞ്ഞാൽ അവർക്കൊക്കെ തൊഴിലാളി സ്നേഹം കൂടും. ഇതുവരെയായിട്ട് തൊഴിലാളികളൊക്കെ മറന്നിരിക്കുക. ഇനി 3 ദിവസം കൂടെ കഴിഞ്ഞാൽ തൊഴിലാളികൾ ഇത്ര ഇഷ്ടപ്പെടുന്നവർ ഇനി വേറെ ചിലപ്പോൾ ലോകത്ത് കണ്ടുവന്ന് വരും.